സുഹൃത്തുക്കളെ എല്ലാവർക്കും ബോസൈഡൻ ബ്ലോഗിൻ്റെ ഓണാശംസകൾ നേരുന്നു അഡ്വാൻസായിട്ട്. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണമൊക്കെ ഇങ്ങനെ എത്താറായി. ഇപ്പോൾ നമുക്ക് ഒരു പപ്പായ അച്ചാറിട്ടാലോ? ഓണത്തിനൊക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പപ്പായ അച്ചാറാണ് അത് തയ്യാറാക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഇടത്തരം 2 പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഓണമൊക്കെ വരാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഓരോരോ ഐറ്റംസൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമാണല്ലേ. നമുക്ക് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് കിടക്കാച്ചി അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. ഇപ്പോൾ പപ്പായയുടെ സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ പീസാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ അല്പം വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത് വലുപ്പത്തിൽ വേണ്ടെന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇതേ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തതിന് ശേഷം ചെത്തിയെടുത്തതിന് ശേഷം ആണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരിക്കലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 50 ഗ്രാം വെളുത്തുള്ളി ഒന്ന് നടുവേ കീറിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 50 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 പച്ചമുളകും നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചീഞ്ഞിട്ട് എന്തെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ചൂടായി കഴിയുമ്പം ഒരു 100 മില്ലി ശുദ്ധമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ നല്ലെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഐറ്റം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ വെളുത്തുള്ളി ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളറായി മാറുമ്പോൾ നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പം അതും ഒരു ബ്രൗൺ കളറായിട്ട് മാറുമ്പോൾ നമുക്കൊന്ന് കോരിയെടുക്കാം. നന്നായിട്ടൊന്ന് കുക്കായി വരണം കേട്ടോ. അതേ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കോരി മാറ്റാം. അടുത്തായിട്ട് നമുക്ക് പച്ചമുളകും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്താൽ ഇതേ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് അതും ഒന്ന് കോരി മാറ്റാം. നമുക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടെ അച്ചാറിനകത്ത് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവും നമ്മുടെ അച്ചാറിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കറിവേപ്പില ഇടുന്നത്. അപ്പോൾ കറിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതേപോലെ കോരി മാറ്റാം. ഇനി ഈ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ ഇട്ട് കൊടുക്കാം. ഈ പപ്പായ ഒരുപാട് അങ്ങോട്ട് വേവിക്കരുത് കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. കാരണം അതിൻ്റെ ഒരു പച്ചപ്പ് നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. എങ്കിലേ അതിന് ആ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെന്ത് പോകരുത്. അപ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ചെറു തീര് വേണം ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് എരിവ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ആവശ്യം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 1-1.5 ടീസ്പൂണും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കതിൻ്റെ അളവ് നമ്മൾ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് എന്തോരം മുളക് പൊടി ആവശ്യമുണ്ടെന്ന്. അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പ്രത്യേക അളവൊന്നുമില്ല. കാരണം നമ്മൾ പപ്പായയുടെ അളവിനനുസരിച്ചാണ്, ആ കോമ്പിനേഷൻ അനുസരിച്ചാണ് നമ്മളിവിടെ എല്ലാ ചേരുവയും ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ അളവിൽ കടുക് വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചത്, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ മസാലയെല്ലാം നമ്മുടെ ഈ പപ്പായയിലേക്ക് പിടിക്കുന്ന രീതിയിൽ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഒരു കാരണവശാലും തീ കൂട്ടി വെക്കരുത്. വളരെ ചെറു തീയിൽ വേണം ഇത് തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചേരുവയെല്ലാം ചേർന്ന് കഴിഞ്ഞു. ഇനി നമുക്ക്
വിനാഗിരിയും കൂടെ മാത്രം ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ആ ഉപ്പും കൂടെ കൂട്ടി അതിൻ്റെ മസാലയിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉപ്പെല്ലാം മസാലയെല്ലാം നമ്മുടെ ഈ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതീയിൽ തന്നെ ഇരിക്കുന്ന ആ അവസരത്തിൽ തന്നെ നമുക്കിനി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 200 ml വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഫ്ലെയിം കൂട്ടി വെക്കാനോ ഒന്നും പാടില്ല. നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ആ ചെറിയ ആ ചട്ടിയുടെ ചൂടിൽ മാത്രമേ നമ്മുടെ അച്ചാർ തയ്യാറാക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് തീയിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ശേഷം ഇത് ടൈറ്റായി വരും. ആ ടൈറ്റായി വരുന്ന സമയത്ത് നമുക്ക് അല്പാൽപമായി കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്താൽ മതി. നമുക്കൊരു മീഡിയം രീതിയിൽ നമ്മുടെ ഗ്രേവി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വാങ്ങാവുന്നതാണ് കേട്ടോ. ഇപ്പം നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാറാകുമ്പോൾ എപ്പോഴും ഉപ്പ് അല്പം മുന്നോട്ട് നിൽക്കണം കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നന്നായിട്ട് ടൈറ്റാകുന്ന രീതിയിൽ ഇത് വരും. അപ്പോൾ ആ മുറുകുന്ന രീതിയിൽ വരുമ്പോൾ നമുക്ക് അല്പം വിനാഗിരി ഒഴിച്ച് ഒന്ന് ലൂസാക്കണം കേട്ടോ. നമുക്ക് അതിൻ്റെ ഉപ്പും അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാ ചേരുവയും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമുക്ക് നേരിട്ട് ഒരു ബോട്ടിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ അച്ചാറിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇതൊന്ന് സെർവ് ചെയ്ത് മാറ്റുന്ന ഒരു പാത്രത്തിലേക്ക്. ഇതിന് ശേഷം ആറിയതിന് ശേഷം നമുക്ക് ഒരു ജാറയ്ക്കകത്തേക്കോ അല്ലെങ്കിൽ ഒരു ഡെപ്പിക്കകത്തേക്കോ ഒരു ടിന്നകത്തേക്കോ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം, ഒരു 3-4 മാസം സുഖമായിട്ട് ഇതിരുന്നുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ പപ്പായ അച്ചാർ. പപ്പായൊക്കെ നമ്മുടെ വീടുകളിൽ കൂടി ധാരാളമുണ്ട്, നിങ്ങൾക്കറിയാം. ഓണമൊക്കെയാണ് വരുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് അടിപൊളിയായിട്ട് ഈ ഒരു ഒറ്റ ഐറ്റം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് ഉള്ള ഒരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം കേട്ടോ. ഓണമൊക്കെ വരുവാണ്, അടിപൊളി വിഭവങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വിഭവം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതട്ടെ.